മഴ കുറഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ദുരിതബാധിതർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. പൊന്നാനി ഭാരതപ്പുഴയോരത്തെ നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നത്. ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരുന്ന കുടുംബങ്ങളാണ് വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയതോടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയത്. ഈ വെള്ളം കയറുന്ന ഒരു ഘട്ടം വന്നപ്പോൾ തന്നെ ശക്തമായി ഇടപെടുകയും ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും 2 ക്യാമ്പുകൾക്ക് അപ്പം തന്നെ പ്ലാൻ ചെയ്യുകയും ചെയ്തു. അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ക്യാമ്പാണ് ഇവിടെ നല്ല നിലയിൽ തന്നെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ വെള്ളം വലിഞ്ഞപ്പോൾ അവർ ഒരു ആവാസ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ പുഴവെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തിയൊലിച്ചു വന്നതോടെയാണ് ഈസ്റ്റമംഗലം ഭാഗത്തെ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നത്. പൊന്നാനി ISS ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ 81 കുടുംബങ്ങളിൽ നിന്നുള്ള 77 പുരുഷന്മാരും 94 സ്ത്രീകളും 73 കുട്ടികളും ഉൾപ്പെടെ 244 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ പൊന്നാനിയിൽ ഏതാണ്ട് 3 ദിവസത്തോളമായി തുടരുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുള്ള ആളുകൾ വെള്ളം ഒഴിഞ്ഞതോടുകൂടി അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് കാലത്ത് തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ടീം ആളുകളുടെ വീടുകൾ വൃത്തിയാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ കൂടി ഒരു സഹകരണം ഈ വിഷയത്തിൽ നമുക്കുണ്ട്. ക്യാമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്യാമ്പ് ഈ 3 ദിവസമാണെങ്കിലും നല്ല രീതിയിലാണ് എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് പിന്തുണ ലഭിച്ചിട്ടുള്ളത്. പൊന്നാനിയിലെ സാമൂഹ്യ സന്നദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടി അകമഴിഞ്ഞ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആളുകൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ക്യാമ്പിൽ ഉള്ളത്. ഇന്നത്തോടുകൂടി പലവരും വീടുകളിലേക്ക് പോകാൻ സന്നദ്ധരായിട്ടുണ്ട്. ചില വീടുകളിൽ നിറയെ വെള്ളം കയറിയതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കി, പരിസരം വൃത്തിയാക്കി ചെളി നീക്കുന്ന പ്രവർത്തനം കൂടി ചെയ്തു കഴിഞ്ഞാൽ നാളത്തേക്ക് കാലാവസ്ഥ അനുകൂലമായാൽ അവരെ വീടുകളിലെത്തിക്കണമെന്നാണ്. കനോലി കനാൽ കരകവിഞ്ഞതിനെ തുടർന്ന് പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലുണ്ടായിരുന്ന 2 കുടുംബങ്ങളിൽ നിന്നുള്ള 3 പേരും വീടുകളിലേക്ക് മടങ്ങി. ക്യാമ്പിലുള്ളവർക്ക് പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണവും മെഡിക്കൽ സഹായവും നൽകിയിരുന്നു. ക്യാമ്പിൽ നിന്നും മടങ്ങുന്നവർക്ക് വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റും അവശ്യ സാധനങ്ങളും നഗരസഭ നൽകി. നിരവധി പേരാണ് ക്യാമ്പിലേക്ക് സഹായവുമായി എത്തിയത്. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.